എന്തായാലും ഞങ്ങൾ മിസ് ചെയ്യും ഈ സ്ഥലം. ഹലോ, എല്ലാവർക്കും സുഖമാണോ? എനിക്കിവിടെ സുഖമാണ്. ഇന്നൊരു കുട്ടി ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ കാനഡയിലെ ഒരു ടൈനി ഹോമാണിത്. ഞങ്ങൾക്ക് ഒരു വാക്കൗട്ട് ബേസ്മെൻ്റ് ആണ് ഇവിടെ കിട്ടിയത്. അതുകൊണ്ട് ഫുള്ളി ക്ലോസ്ഡ് അല്ല, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബേസ്മെൻ്റ് ആണ്. ഞങ്ങൾക്ക് 2 പേർക്ക് താമസിക്കാൻ ആവശ്യത്തിലുള്ള സ്ഥലം ഇവിടെയുണ്ട്. ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു ഹൗസിംഗ് ക്രൈസിസിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടിയതൊരു സ്വർഗമാണെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ ഹോം ടൂർ ചെയ്യുന്നതിൻ്റെ കാരണം വേറൊന്നും അല്ല, ഈ പ്ലേസ് ഞങ്ങൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങൾ എപ്പോഴും കോംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഹൗസ് ഓണർ ഞങ്ങളെ കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നെ നിങ്ങളെ കൂടെ കാണിച്ചേക്കാന്ന് വിചാരിച്ചാണ്. പിന്നെ അത് മാത്രമല്ല, അത് ഞങ്ങൾക്കൊരു മെമ്മറിയും കൂടെ ആവുമല്ലോ. പിന്നെ ഉടനെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് മൂവ് ഔട്ട് ചെയ്യുകയാണ്. സോ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാമല്ലോ. ഞങ്ങളുടെ വീട് ഇതായിരുന്നു, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സെറ്റപ്പ് ചെയ്തത്. ഒരു റെൻ്റൽ ഹൗസ് എങ്ങനെ മാക്സിമം മേക്ക് ഓവർ ചെയ്യാവോ അത് ഫുൾ ഞങ്ങളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത്രയും മേക്ക് ഓവർ ചെയ്ത ഒരു റെൻ്റൽ ഹൗസിൽ ഞാൻ ഇതിനു മുന്നേ താമസിച്ചിട്ടില്ല. അതിനു മുന്നേ നമ്മൾ റെൻ്റലാണല്ലോ. എന്തായാലും ഇത്രയും മേക്ക് ഓവർ ഞങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ ആൻഡ് സീ മൈ കുട്ടി ഹോം ഇൻ കാനഡ. ഞങ്ങൾ താമസിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാക്കൗട്ട് ബേസ്മെന്റ് ആണ്. ഒരു 1 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ആണ്. ഒരു ബെഡ്റൂം, പിന്നെ ഒരു ചെറിയ ഒരു TV യൂണിറ്റ് വെക്കാനുള്ള സ്പേസ്, പിന്നെ ഒരു കിച്ചൺ, ഒരു ബാത്റൂം, അത്രയൊക്കെ ഉള്ളൂ. ഒരു 2 പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം. ഇതും നമ്മൾ ത്രിഫ്റ്റ് ചെയ്തിട്ട് ഈ പെയിന്റ്, ഈ ഗ്ലിറ്റർ പെയിന്റ് ഞങ്ങളത് അടിച്ചു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് ബെഡ് ബോക്സ് ആണ്. അതുകൂടാതെ ഈ ഫ്രെയിമും ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാണ്. വഴിയിൽ ഇങ്ങനെ ആരോ കളഞ്ഞിട്ട് കിട്ടിയതാണ്. പിന്നെ അവിടെ ഒരു നല്ലൊരു വലിയ ഫോട്ടോ ഫ്രെയിം ഉണ്ട്. ഇത് ഞങ്ങൾ ത്രിഫ്റ്റ് ചെയ്തതാണ്. നല്ല അടിപൊളി ഒരു ഫോട്ടോ ഫ്രെയിമാണ്. പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. ലൈഫ് പ്ലാന്റ്സ് ഒന്നും ഇവിടെ ഇല്ല. പിന്നെ ഇത് ചാൻസ് എവിടുന്നോ ത്രിഫ്റ്റ് ചെയ്തുകൊണ്ട് വന്ന ഒരു ഗ്ലോബ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ ഇവിടെ പിള്ളേർ വരുമ്പോഴാണ് മേജർലി ഇത് അവർക്കൊരു എന്റർടൈൻമെന്റ് ആണ്. ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ പിള്ളേരൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ കറക്കി കളിക്കുക എന്നുള്ളത്. ഇതാണ് എൻ്റെ മേക്കപ്പ് സ്റ്റേഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഒരു ഡ്രസ്സറുണ്ട് ഇവിടെ. ഡ്രസ്സറിൽ എൻ്റെ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഒരു നല്ല വലിയ മിററുണ്ട്. ആ മിററിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഞങ്ങളിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ക്രീം, പെർഫ്യൂംസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ടേബിൾ വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ വർക്ക് സ്റ്റേഷൻ. എനിക്കിപ്പോൾ ഒരു ഹൈബ്രിഡ് വർക്ക് സ്ട്രക്ചറാണ്. അതുകൊണ്ട് 2 ആഴ്ച വീട്ടിലാണ്, പിന്നെ 2 ആഴ്ച ഓഫീസോ, അങ്ങനത്തെ പരിപാടിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ. അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ബെഡ്റൂം. ഇനി ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഞങ്ങളുടെ സ്പേസ് ആണിത്. TVയും ഞങ്ങളൊരു കൗച്ചും ഒക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ഞങ്ങളുടെ ഒരു കോർണർ സ്റ്റാൻഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണെന്നാണ് തോന്നുന്നത്. വഴിയിൽ നിന്ന് കിട്ടി. ഞങ്ങൾ ചെറിയ രീതിയിൽ പെയിന്റ് ഒക്കെ അടിച്ചു. അവിടെ ഇവിടെയൊക്കെ പെയിന്റ് ഇളകിയിരുന്നു, അതൊക്കെ അടിച്ചെടുത്തു. സംഭവം വെച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളിയായി. ഇവിടെ വെച്ചിരിക്കുന്ന എല്ലാം ലൈവ് പ്ലാന്റ്സ് ആണ്. അതെല്ലാം നല്ല കൊട്ടയ്ക്കകത്തൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് TV വെച്ചിട്ടുണ്ട്. പിന്നെ അടിയിൽ പ്ലേ സ്റ്റേഷനും സൗണ്ട് ബാറൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ചെറിയൊരു പ്രെയർ ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു നല്ലൊരു അടിപൊളി ഡ്രസ്സർ. ഇതും ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ്. ഇത് ആക്ച്വലി വഴിയിൽ നിന്ന് കിട്ടിയതാണ്. ആദ്യം ട്രാൻസ്ഫർ വന്നപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അതുപോലെ നല്ല അടിപൊളി സാധനമായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു കോർണർ ഏരിയ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് തൊട്ടിപ്പുറത്താണ് നമ്മൾ ഷൂ സ്റ്റാൻഡൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് നമുക്ക് ഷൂസ് ഇടുകയും ചെയ്യാം. അതുകൂടാതെ ഒരു ചെറിയൊരു കോസി പ്ലേസ്. നമുക്ക് അധികം സീറ്റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ ആയിട്ടൊന്ന് ഇരിക്കാനും ഒക്കെ ഉള്ള ഒരു സ്ഥലം. ഇവിടെയാണ് ഞങ്ങൾ മോസ്റ്റ് ഓഫ് ദ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഒരു കൗച്ചുണ്ട്. കാലൊക്കെ നീട്ടി നമുക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ, TV കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല അടിപൊളി സ്പേസ് ആണ്. ഇവിടെ കാണുന്ന മോസ്റ്റ് ഓഫ് ദ ഡെക്കോർ ഐറ്റംസും ഞങ്ങൾ ത്രിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒന്നും തന്നെ ഞങ്ങൾ ഫുള്ളി കാശ് കൊടുത്ത് മേടിച്ചിട്ടില്ല. എല്ലാം തന്നെ ലെസ് ദാൻ $10 മോസ്റ്റ് ഓഫ് ദ തിങ്സ് മേടിച്ചിരിക്കുന്നത്. ഇതിലാകെ TV മാത്രമേ ഉള്ളൂ നമ്മൾ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം എന്ന് പറയാനുണ്ടെങ്കിൽ. ബാക്കി ഈ കൗച്ചും ഇതെല്ലാം എന്താ പറയുക, ഒരു $20-25 ഞങ്ങൾക്ക് എല്ലാം കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഉള്ള ആകെ ഒരു ഗുണം അതാണ്, നമുക്ക് ഇഷ്ടമുള്ള ഫർണിച്ചേഴ്സ് ഒക്കെ മേടിക്കാം, നമുക്കത് അറേഞ്ച് ചെയ്ത് വെക്കാം. നമ്മൾ ഫുൾ കാശൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുകൂടാതെ തന്നെ ഈ വീട്ടിൽ ഞങ്ങൾ ആദ്യം വ്യൂയിങ്ങിന് വന്നപ്പോഴത്തേക്കും ഈ വീട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നത്. ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ആക്കി വെക്കാമെന്ന് ഞങ്ങൾ മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഫുൾ പെയിൻ്റൊക്കെ പോയി നാശമായി. അത്യാവശ്യം നല്ല വൃത്തികേടായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് വേറെ സ്പേസ് ഒന്നും ഇല്ലായിരുന്നു. ഇത്രയും നല്ല ഒരു എയർ സർക്കുലേഷൻ ഉള്ള ഒരു സ്പേസ് ഒന്നും കിട്ടത്തില്ല. കാരണം ഇവിടെയുള്ള പൊതുവെ ബേസ്മെൻറ്റ്സ് എല്ലാം നല്ല അടഞ്ഞു മൂടി, കാറ്റും വെളിച്ചം ഒന്നും കയറാത്ത ബേസ്മെൻറ്റ്സ് ആണ്. പിന്നെ അത്യാവശ്യം നല്ലൊരു റെൻറ്റിനൊന്നും ഞങ്ങൾക്ക് വേറൊരു സ്പേസ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇനി ഇതെടുത്തു.
എന്തായാലും ഇവിടെ വന്ന് പിന്നെ ഞങ്ങൾ ഫുൾ സെറ്റപ്പ് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളുടെ ഒരു Airbnb സെറ്റപ്പ് പോലെ ഇവിടെ ആക്കിയെടുത്തു. എന്താ പറയുക, നമ്മൾ റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം പോലെ ആക്കിയെടുത്തു. ഇനി ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ, ഇവിടെ ഞങ്ങളൊരു ഫ്രെയിം വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇതിൻ്റെ പുറയിൽ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു TV യൂണിറ്റ് വെച്ചിരുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ കുറേ ഹോൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ വൃത്തിയോട് മറക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞങ്ങൾ ഈ ഫ്രെയിം വെച്ചിരിക്കുന്നത്. പക്ഷെ വെച്ച് വന്നപ്പോഴത്തേക്കും മൊത്തത്തിൽ നല്ല അടിപൊളിയായി. ഇവിടെ ഞങ്ങളൊരു 2-3 ഫ്രെയിമൊക്കെ മേടിച്ചു, വാൾപേപ്പർ ഒട്ടിച്ചു ഈ തൂണിൻ്റെ അകത്ത്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും നല്ലൊരു അടിപൊളി കളർ കോൺട്രാസ്റ്റ് വന്നു ഇവിടെ. ഇത് നമ്മൾ ഡോളറാമയിൽ നിന്ന് $5 എന്തോ വാങ്ങിച്ചതാണ് ഈ 3 ഫ്രെയിംസ്. പിന്നെ ഇവിടെ ഞങ്ങൾ ഒരു ചെറിയ ഡൈനിങ് ടേബിൾ, ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുന്ന ഡൈനിങ് ടേബിളാണ്. നമുക്ക് ഇങ്ങനെ വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെറിയൊരു ഡൈനിങ് സ്പേസ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ആ കൗച്ചിലിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ ഇങ്ങനെ എടുത്തു വെക്കാനോ എന്തെങ്കിലും ഒരു എക്സ്ട്രാ സ്പേസിൻ്റെ ആവശ്യം വന്നാലെന്ന് വെച്ച് നമ്മൾ എടുത്തിട്ടതാണ്. പിന്നെ ഇവിടെ ഞങ്ങളൊരു കോഫി മെഷീനും കെറ്റിലും ഒക്കെ വെച്ചിട്ടുണ്ട്. അടുക്കളയിൽ നമുക്ക് ഒത്തിരി വർക്കിംഗ് സ്പേസ് ഇല്ല, പക്ഷെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു കിച്ചണാണ്. എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്പേസാണ് അടുക്കളയും പിന്നെ ഈ ലിവിങ് സ്പേസുമാണ്. ഇതാണ് എൻ്റെ ക്യൂട്ട് ലിറ്റിൽ അടുക്കള. ഈ ബേസ്മെൻറ്റിലെ അടുക്കളയിലൊന്നും സാധാരണ വിൻഡോസ് ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ ഞങ്ങളുടെ അടുക്കളയ്ക്ക് ഞങ്ങൾക്കൊരു വിൻഡോ ഒക്കെ ഉണ്ട്. അവിടെ ഞങ്ങൾ ഡോളറാമേന്നോ ഡോളർ ട്രീന്നോ അവിടെ നിന്നാണ് ഞങ്ങളൊരു ടേബിൾ റണ്ണറാണ് മേടിച്ചിട്ട് ഇങ്ങനെ കർട്ടൻ പോലെ ഇട്ടിരിക്കുന്നത്. അവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല വൈറ്റ്, ഫുള്ളി വൈറ്റ് ആയതുകൊണ്ട് വൈറ്റിന് കോംപ്ലിമെൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ ഞങ്ങളുടെ വൈൻ ഗ്ലാസ്സസും അങ്ങനത്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു റാക്ക് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചു. പിന്നെ ഞങ്ങളുടെ മൈക്രോവേവ്, എയർ ഫ്രയർ, പിന്നെ ഇവിടെ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടുള്ള കുറേ ഷെൽഫ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഓൾറെഡി ഇവിടെയുള്ള കുക്കിംഗ് റേഞ്ച്. അത്രയൊക്കെ ഉള്ളൂ. നല്ലൊരു ക്യൂട്ട് ലിറ്റിൽ അടുക്കള. ഇവിടുത്തെ ഏറ്റവും ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ആക്കാൻ ഭയങ്കര എളുപ്പമാണ്. ആകെ ഇത്തിരി സ്പേസേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് ക്ലീൻ ആക്കാം. കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവിടെയാണ് ഞങ്ങൾ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത്. ഈ ഫ്രിഡ്ജിൻ്റെ നേരത്തെയുള്ള പൊസിഷൻ വേറെ അവിടെ ഒരു മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ എളുപ്പത്തിന് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു. ഇത് ഒരു ഫയർ പ്ലേസ് ആണ്, വിൻ്ററിൽ നമുക്ക് യൂസ് ചെയ്യാം, ഇലക്ട്രിക് ആണ്. പിന്നെ ഇവിടെ ഒരു ഗിറ്റാറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് യൂസ്ഡ് സാധനം വാങ്ങിക്കുന്നതാണ്. പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചു വെച്ചാണ്. പക്ഷേ ഇതുവരെ പഠിക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയില്ല. എനിക്ക് മ്യൂസിക്കൊക്കെ ഇഷ്ടമാണ്, ഞാൻ പാട്ട് പാടും, പക്ഷേ അതിനുള്ള ഒരു ടൈം ഒന്നും കിട്ടുന്നില്ല. ഇനി ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. മെയിൻ എൻട്രൻസ് തുറന്നു നമ്മൾ കയറുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലോട്ട് തന്നെയാണ്. നേരെ ഇറങ്ങുന്നത് ബാക്ക് യാർഡിലോട്ടാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു ഹ്യൂജ് ഡോറുണ്ട് നമുക്കിവിടെ ലൈറ്റ് അകത്തോട്ട് വരാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മുടെ ഗാർഡനൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫോൾ ആയതുകൊണ്ട് മൊത്തം ഇലയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് വീണ് കിടക്കുകയാണ്. ഇവിടെ ഞങ്ങൾ ചെറിയ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാം തന്നെ ഇപ്പോൾ വാടിപ്പോയി. മഞ്ഞ് തണുപ്പൊക്കെ ആയപ്പോഴത്തേക്കും ചെടിയെല്ലാം പോയി. ഇവിടെ ഞങ്ങൾ ബാർബിക്യൂൻ്റെ ഒക്കെ ഒരു സാധനമുണ്ട്. ബാർബിക്യൂ ഞങ്ങൾ ചെയ്യുമായിരുന്നു. 2-3 പ്രാവശ്യം ഞങ്ങളവിടെ ബാർബിക്യൂ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു കുട്ടി ഗാർഡൻ, നല്ല ഒരു അടിപൊളി സ്പേസ് ആയിരുന്നു. എന്തായാലും ഞങ്ങൾ മിസ് ചെയ്യും ഈ സ്ഥലം. ഇതുപോലൊരു സ്ഥലം ഞങ്ങൾക്ക് ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല ഇവിടെ. എന്തായാലും എന്തുകൊണ്ടാണ് എങ്ങോട്ടാണ് ഞങ്ങൾ മൂവ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും പിന്നെ പറയാം. ഞങ്ങൾ പ്രൊവിൻസ് മാറുവാണോ, വീട് മാറുവാണോ, അതോ കാനഡയിൽ നിന്ന് തിരിച്ചു പോവുകയാണോ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. എന്തായാലും ബാക്കി വീടിൻ്റെ വിശേഷം എന്ന് പറയാനായിട്ട് ഇനി ഞങ്ങളുടെ ഒരു വാഷ്റൂമും അതിങ്ങോട്ടേക്കുള്ള ഒരു പാസേജും കൂടെ ഉള്ളൂ. ഇത് ഞങ്ങളുടെ മെയിൻ ഏരിയ ഇത്രയൊക്കെ ഉള്ളൂ. ഡൈനിങ് സ്പേസിൻ്റെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ, ഡൈനിങ് സ്പേസ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ഞങ്ങളുടെ ചെറിയൊരു ടേബിളൊക്കെ അവിടെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരു അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ ടേബിളും അയൺ ബോക്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് വാർഡ്രോബ് ഉള്ളത്. വാർഡ്രോബ് ഒരു ചെറിയ വാർഡ്രോബാണ്. അതിൻ്റെ ഉള്ളിലോട്ട് പക്ഷേ നമുക്ക് ഒത്തിരി സ്റ്റോറേജ് എന്നൊക്കെ സ്ഥലമുണ്ട്. ഇത്രയും ചെറിയൊരു വീട്ടിൽ ഇത്രയധികം സൗകര്യം ഉണ്ടാകുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ദൈവം അനുഗ്രഹിച്ച് നല്ലൊരു അടിപൊളി സൗകര്യമുള്ള വീടാണ് കിട്ടിയിട്ടുള്ളത്.